ബാങ്ക് വഴി അന്വേഷിച്ചപ്പോഴത്തേക്ക് 69 ലക്ഷം രൂപയാണ് ഇവര് QR കോഡ്, അതായത് ബാങ്ക് രേഖകളിലൂടെ ഇവർ തട്ടിയിരിക്കുന്നത്. ആരോ ഈ കുട്ടികളുടെ പുറകിലുണ്ട്. കാരണം ഈ കുട്ടികൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടികളല്ല. ഒരിക്കൽ പോലും ഇവരെ സംശയിച്ചില്ല ഈ പൈസ പറഞ്ഞു. ഇവരുടെ സ്ഥാപനമുണ്ട് ഓബൈ OC എന്ന് പറഞ്ഞ്, അത് ഒരു ജ്വല്ലറി ബിസിനസ്സാണ്. അപ്പൊ അവിടെ വർക്ക് ചെയ്ത 3 കുട്ടികൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് QR കോഡിൽ തിരിമറി നടത്തിയിട്ടാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഈ 3 കുട്ടികളും അതിൽ 2 പേര് കല്യാണം കഴിച്ചവരാണ്. അവരുടെ ഭർത്താക്കന്മാരുൾപ്പെടെ ഇവരുടെ ഫ്ളാറ്റിൽ വന്നിട്ട് ഞങ്ങൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് വരുന്നു. അപ്പൊ അവിടെ വന്നപ്പോൾ ചെറിയൊരു സംഖ്യയുമായിട്ടാണ് വന്നത്. അപ്പൊ ഇവരിന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവർ സമ്മതിച്ചിട്ട് പറഞ്ഞു, ദയവേദിനി റിപ്പോർട്ട് ചെയ്യരുത്, ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം പോകും. അത് കഴിഞ്ഞ് അവർ ഈ ഓഫീസിലേക്കാണ് വരുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ സംസാരം ഒന്ന് കടുപ്പിച്ചപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇതിനിടയ്ക്ക് ബാങ്ക് വഴി അന്വേഷിച്ചപ്പോഴത്തേക്ക് 69 ലക്ഷം രൂപയാണ് ഇവര് QR കോഡ്, അതായത് ബാങ്ക് രേഖകളിലൂടെ ഇവർ തട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവര് കുറെ കഴിഞ്ഞ് ആദ്യം സമ്മതിച്ചില്ല, പിന്നീട് ഇവർ സമ്മതിച്ചു തുടങ്ങി. അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം. അപ്പൊ ഇതിനിടയ്ക്ക് ഇവിടെ ഒരു കുട്ടിയുടെ ഭർത്താവ് ഇവിടെ നിന്ന് പുറത്തുപോയി ഒരു 3 മണിക്കൂറിനകത്ത് തിരിച്ചു വരുന്നു. 8,82,000 രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടിരുന്നു. അന്ന് രാത്രി എന്റെ അടുത്ത ദിവസം രാത്രിയോ മകളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു, ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു പൈസ തരാൻ, ഇനി ഞങ്ങളെ മേലിൽ വിളിക്കരുത്, വിളിച്ചാൽ അങ്ങനെ ചെയ്യും. ശ്രീ സ്റ്റുവർട്ട് ഗില്ലർ ഇവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറാണ്, അദ്ദേഹത്തിനെ പോയി കണ്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നു. ഞങ്ങൾ ഈ പരാതി കൊടുത്തതിന്റെ അടുത്ത ദിവസം ഇവര് ഈ തട്ടിപ്പ് നടത്തിയ കുട്ടികൾ അവരവിടെ വന്നൊരു പരാതി കൊടുക്കുന്നു. ഞങ്ങൾ അവരെ എവിടെന്നോ ഒരു അജ്ഞാത സംഘത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവരെ കെട്ടിയിട്ട് ഇടിച്ച് അവരിൽ നിന്ന് പൈസ എടുത്തിരിക്കുന്നു. പോലീസ് സേന 99% നല്ലവരാണ്, ഇല്ല ചില പുഴുക്കുത്തുകളുണ്ടാവും. ഇതിലേതോ ഒരാളുടെ ഒരു കുബുദ്ധി ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. ആരോ ഈ കുട്ടികളുടെ പുറകിലുണ്ട്. കാരണം ഈ കുട്ടികൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടികളല്ല. ആ സ്റ്റേഷന്റെ ചാർജ് എന്ന് പറയുന്നത് അവിടുത്തെ CA ആണ്. CA നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹം ആയിരിക്കാം, നമുക്ക് നേരിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ പോയ ദിവസവും ഒട്ടും സുഖകരമല്ലാത്ത ഭാഷയും ശരീരഭാഷയുമാണ് പുള്ളി സ്വീകരിച്ചത്. പക്ഷെ അന്ന് തന്നെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി സംസാരിക്കുകയൊക്കെ കാണുന്നുണ്ട്. QR കോഡ് മാറ്റി പൈസ എടുക്കുന്നതിന്റെ വീഡിയോ ഉണ്ട്, കുറ്റം സമ്മതിക്കുന്നതിന്റെ വീഡിയോ ഉണ്ട്, ഇവരിവിടെ ഇരിക്കുന്ന വീഡിയോ ഉണ്ട്, യാത്രയിൽ ഇവിടെ വരുന്നത് ഇവിടെ പോകുന്നതിന്റെ വീഡിയോ ഉണ്ട്. നമുക്ക് കൊടുക്കാവുന്ന മുഴുവൻ തെളിവുകൾ നമ്മൾ കൊടുത്തു. പോലീസ് ബാക്കിയൊന്ന് ശേഖരിച്ചു. അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു തെളിവോടെ കൊടുത്തതായിട്ടും കാണുന്നില്ല. അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതോ കെട്ടിയിട്ടതോ അടിച്ചതോ ഇടിച്ചതോ അല്ലെങ്കിൽ ഒരു ചീത്ത വാക്ക് പറയുന്നതോ എന്തെങ്കിലും കൂടി അവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ വിളിക്കുന്നത് നമുക്കിതിന് കേസെടുക്കുന്ന അതൊക്കെ പോലീസിന്റെ ഭാഗത്തെ ന്യായമായ കാര്യമാണ്. അവരെടുക്കാം, അവർക്ക് എന്തുകൊണ്ട് ചെയ്യാം. പക്ഷേ ഒരു കൗണ്ടർ കേസും കൂടിയാണ്. അതുകൊണ്ട് ഇതിനെ ഓർക്കണം, നമ്മൾ പരാതി കൊടുത്തതിന് ശേഷം കൊടുക്കുന്നതിന് കൗണ്ടർ കേസാണ്. സാധാരണ കൗണ്ടർ കേസിനെ ഗൗരവത്തിൽ എടുക്കില്ല. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു, പോലീസ് കൃത്യമായി പ്രവർത്തിക്കും. കാരണം പോലീസിന്റെ ഭാഗത്ത് ഒരിക്കലും ഒരു തെറ്റ് ഞാൻ പറയാറില്ല. കാരണം യൂണിഫോം ഇട്ടവർ എപ്പോഴും മാനിച്ചോണം. കാരണം അതൊരു സേനയാണ്. ഈ പോലീസിനകത്താണ്. ഇപ്പൊ ഞാൻ സിനിമയിലും രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്നതാണ്. സിനിമയിലും രാഷ്ട്രീയത്തിലും മോശക്കാരുമാണ് എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരും സിനിമക്കാരും മൊത്തം മോശക്കാരാവും. ഇതേപോലെ പോലീസ് സേന 99% നല്ലവരാണ്. പിന്നെ ചില പുഴുക്കുത്തുകളുണ്ടാവും. ഇതിൽ ഏതോ ഒരാളുടെ ഒരു കുബുദ്ധിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. ആരോ ഈ കുട്ടികളുടെ പുറകിലുണ്ട്. കാരണം ഈ കുട്ടികൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടികളല്ല. മാത്രമല്ല ഇവരുടെ ഏത് ചടങ്ങുകൾ നിങ്ങൾ നോക്കിയാലും മതി. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഇവിടെ ഇൻസ്റ്റയിൽ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് എല്ലാ ഫോട്ടോസും വീഡിയോസും ആ ഫോട്ടോയിൽ മുഴുവൻ ഈ കുട്ടികളാണ് കൂടെ നിൽക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞു എങ്ങനെയല്ല പോകേണ്ടത്, ഇങ്ങനെയല്ല ശ്രദ്ധിക്കണം പറ്റത്തൊന്നും ഇല്ല, നമ്മുടെ അനിയത്തിമാരെ പോലെ എന്റെ പിള്ളേരാണ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പോലും ഇവരെ സംശയിച്ചില്ല ഈ പൈസ പറഞ്ഞു തോന്നി. കൗണ്ടർ കേസിനെ പോലീസ് ഇത്ര ഗൗരവത്തിലെടുക്കണമെന്ന് തന്നെ പറഞ്ഞു. ഈ കേസ് അങ്ങനെയല്ലോ വന്നിട്ടുണ്ട്. കൗണ്ടർ കേസിനകത്ത് FIR നടത്തിയിട്ടുണ്ട്. FIR വകുപ്പുകളും ഗുരുതരമാണ്. അപ്പോൾ അതിനെ നമ്മൾ ഗൗരവത്തിൽ കാണണ്ടേ? അതെ, നമ്മൾ ഗൗരവത്തിൽ കണ്ടതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ, അതായത് ആഭ്യന്തരം കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നമ്മൾ സമീപിച്ചതും പരാതി കൊടുത്തതിന്റെ കാര്യങ്ങളാണ്. നമുക്ക് അതിനപ്പുറം ചെയ്യാനില്ല. കാരണം സ്വാഭാവികമായിട്ടും ജാമ്യമില്ല വാറണ്ട് ഇടുന്നത് എപ്പോഴാണ്? അവധി ദിവസങ്ങൾ നോക്കി അതേപോലെ കരുതി കൂട്ടി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും ആ സ്റ്റേഷന്റെ ചാർജ് എന്ന് പറയുന്നത് അവിടുത്തെ CA ആണ്. CA നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിമൽ അദ്ദേഹമാണ്. അപ്പൊ വിമൽ ഗബ്രിയേൽ ആണ്. അപ്പൊ അദ്ദേഹം ആയിരിക്കാം. നമുക്ക് നേരിട്ട് കാണുന്നില്ല. ഞാൻ പോയ ദിവസവും ഒട്ടും സുഖകരമല്ലാത്ത ഭാഷയും ശരീരഭാഷയുമാണ് പുള്ളി സ്വീകരിച്ചത്. കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സാംസ്കാരിക രംഗത്തോ അല്ലെങ്കിൽ പൊളിറ്റിക്സിലും ഉള്ള ഒരു വ്യക്തി പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഏത് രീതിയിൽ എല്ലാവരും പെരുമാറും. പക്ഷെ അന്ന് തന്നെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി സംസാരിക്കുകയൊക്കെ കാണുന്നുണ്ട്. അപ്പോഴും നമുക്കൊരു പരാതിക്ക് പോയില്ല. അവിടെ ഇരുന്നും 2-3 മണിക്കൂർ എടുത്ത് മുൻപെടുക്കാൻ എല്ലാം കൊടുത്തിട്ട് ഞാൻ വന്നിരുന്നു. ഇപ്പൊ പോലും എനിക്കൊരു മെസ്സേജ് കിട്ടിയിട്ടില്ല, എനിക്കിതിൽ ഇങ്ങനെ കേസ് ഇട്ടതായിട്ടോ ഒന്നും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പത്രമാധ്യമങ്ങൾ സുഹൃത്തുക്കൾ വഴിയാണ് ഞാൻ അറിയാൻ പറ്റുന്നത്. വിമൽ, സോറി, വിമൽ എന്നൊരു മനുഷ്യൻ. ആരാണ് അദ്ദേഹം? ഉയരം കൂടിയ മനുഷ്യനാണ്.
ഇല്ല, ഞാൻ അറിയുന്നില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ പോലെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു പല ദിവസങ്ങളും. അപ്പൊ എനിക്കവിടെ ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിവരം ഞാൻ ഇവരെയാണ് വിളിച്ച് എന്നിട്ട് പോലീസ് എന്തെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ ഈ പോലീസിനോട് പറയുകയോ പോലീസ് സ്റ്റേഷനിൽ പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ പേഴ്സണലി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. വലിയ വയ്യായിരുന്നു. ഇതിനുശേഷം ഈ പറഞ്ഞ 3 വനിതകളിൽ ആരെങ്കിലും നീയോട് പേഴ്സണലി സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ലാസ്റ്റ് ആ ത്രട്ടൻ ചെയ്യുന്ന പോലെ ഒരാളുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് സംസാരിച്ചു. 31-ാം തീയതി എന്നെ വിളിച്ച് സംസാരിച്ചു രാത്രി. അതിനുശേഷം എന്നെ ആരും വിളിച്ചു. എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് കേസ് കൊടുത്തു എന്നെന്തോ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നടപടി നമ്മള് അതായിട്ട് തന്നെ പോവാണെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഇല്ല പറ്റത്തില്ല, ഒരു പേപ്പറിൽ മര്യാദയ്ക്ക് എഴുതി തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പൈസ തിരിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു ത്രട്ടൻ ചെയ്തു. മ്യൂസിയം CI കൃഷ്ണകുമാർ വൈദ്യുതി പെരുമാറുന്നതാണ് CIക്കെതിരെയാണ് പറയുന്നത്. CI അങ്ങനെ പെരുമാറുന്നതിന് മറ്റെന്തെങ്കിലും ലക്ഷ്യമുള്ളതാണെന്നാണ് പറയുന്നത്. ഇല്ല, നമുക്ക് തെളിവില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ ഞാൻ നേരത്തെ തന്നെ പേര് പറഞ്ഞ തെറ്റിയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കുക. കാരണം ശ്രീ വിമൽ എന്നാണ് അല്ലെ അദ്ദേഹത്തിന് സിയുടെ പേര്. അപ്പോൾ അദ്ദേഹം നമ്മുടെ സ്വാഭാവികമായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മളിരിക്കുന്നു, അവരും വരുന്നു. നമുക്കറിയാം ഒരു സാധാരണ പോലീസുകാരൻ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ സ്റ്റേഷനിൽ കയറുന്നത് രാഷ്ട്രീയത്തിൽ ധാരാളം സ്റ്റേഷനിൽ പോയിട്ട് വളരെ ഏറ്റവും നല്ല രീതിയിലാണ് എന്നോട് എല്ലാ പോലീസുകാരും പെരുമാറുന്നത്. ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ രീതിയിൽ പെരുമാറുന്നത്. കാരണം മുഖത്ത് നോക്കുന്നില്ല, നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, ഒരു അലക്ഷ്യമായി എല്ലാം കേട്ടിട്ട് രണ്ടുപേരുടെ കേട്ടല്ലോ, രണ്ടുപേർക്ക് ഒരു എഫ്ഐആർ ഇടും, പിന്നെ കാണാം ഇറങ്ങണം, ഈ രീതിയിൽ സംസാരിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പൊ എന്തെങ്കിലും അദ്ദേഹത്തിനും നമ്മളത്, കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് നമ്മളൊരു വൈരാഗ്യവും മറ്റും വരണമെന്നില്ല. ഈ രാഷ്ട്രീയപരമായിട്ടോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പിടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും നമ്മളത് കാണാറുണ്ട്. കാരണം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു, ചിലപ്പോൾ അദ്ദേഹം വേറെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളോ എന്തെങ്കിലും ഇതിന് മുൻപ് പുള്ളിക്ക് നമ്മളോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല. കാരണം ഒരാള് ആദ്യമായി കാണുന്ന ഒരാൾ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ ചിലപ്പോൾ എന്റെ ചില കാര്യങ്ങൾ. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത് ചെറിയൊരു കടയാണ്, കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.